ഇന്ന് ഒത്തിരി തുണികളുണ്ട് കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എല്ലാ ദിവസവും ഉള്ള പതിവാണ് എനിക്കിത്. തലേ ദിവസം ഉണങ്ങിയ തുണികൾ ഇങ്ങനെ എടുത്തിട്ട് വരും. എന്നിട്ട് ഞാൻ രാത്രി എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. എന്നിട്ട് രാവിലെ ഇങ്ങനെ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ മടക്കി വെക്കുകയാണ് പതിവ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി, നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് തുണികൾ മടക്കി വെക്കുക എന്ന് വിചാരിച്ചു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് TV കാണുന്ന സമയമാണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പൈജാമ സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈജാമ സെറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് നൈറ്റിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 നൈറ്റിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിനി വാങ്ങണം. മോനുവിൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ നൈറ്റിയാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. രാത്രിയിൽ നിന്നല്ല പകലും ഒക്കെ ഭയങ്കര കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിനി വാങ്ങണം. അപ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും നൈറ്റിയും പൈജാമ സെറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ആയിരിക്കും. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലെ കഴിച്ചതിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പാത്രങ്ങൾ കാണും കഴുകാൻ വേണ്ടിയിട്ട്. തുണി ഫുള്ളും മടക്കി തീർന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണി ചെയ്ത് വച്ചിട്ട് പോയി ബാക്കി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പരിപ്പ് കറിയാണ് വയ്ക്കാൻ പോണത്. പരിപ്പ് കറി. അപ്പോൾ പരിപ്പിന് ഞാൻ കഴുകിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ തന്നെ ഇടുകയാണ് ചെയ്യണത് കേട്ടോ. ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇടുകയാണെങ്കിൽ കളയില്ല എന്ന് പറയും. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അത് വച്ചിട്ട് വന്നു. അപ്പം അത് ഫിസിലാവുമ്പോഴത്തേക്കും ബാക്കി പോയി ചെയ്യാമല്ലോ. ഇനിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ബാക്കി തുണികൾ മടക്കാമെന്ന്. നല്ലൊരു സിനിമ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമുക്ക് തുണി മടക്കുമ്പം ഭയങ്കര പെട്ടെന്ന് കഴിയും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറടിക്കും. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്തൊക്കെ അടുക്കള പണി ഇരിക്കുമ്പോൾ ഞാൻ TV പാട്ട് കേട്ട് കുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഫോണിൽ പാട്ട് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കും ഫോണിൽ. അപ്പോൾ അത് നമുക്കത് ഭയങ്കര ഈസി ആക്കും. അടുക്കള പണി ചെയ്ത് തീരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ഈസി ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കിന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോവയ്ക്കയ്ക്ക് ഇത്ര ടേസ്റ്റ് വരത്തില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ കിട്ടുന്ന കോവയ്ക്ക നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്ക. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നേ, ഒട്ടും ഇഷ്ടമില്ലായിരുന്നേ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മഞ്ഞൾപ്പൊടിയും നമ്മൾ കാന്താരി മുളകോ അല്ലെങ്കിൽ സാധാ പച്ചമുളകില്ലേ അതോ എന്തെങ്കിലും ചേർത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നീട് നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് ഒന്ന് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുത്ത് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ തോരൻ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അല്ല, തോരൻ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഫിസിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇനി ബാക്കി പണികൾ ചെയ്യണം. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തോ? പിന്നെ നിങ്ങളുടെ പുതിയ തീരുമാനങ്ങളൊക്കെ എന്താണ്? ചില ആൾക്കാർ ജിമ്മിൽ പോകാൻ തീരുമാനിക്കും, ചില ആൾക്കാർ ഡയറ്റ് ചെയ്യാൻ തീരുമാനിക്കും, ചില ആൾക്കാർ പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്ന് തീരുമാനിക്കും. അങ്ങനെയൊക്കെയല്ലേ. ഇത് നല്ല ക്ലിപ്പല്ലേ. ഇതെനിക്ക് അമ്പലത്തിൽ പോയപ്പം ചേച്ചിയുടെ മോൾ എനിക്ക് തന്നതാണ് കേട്ടോ ഗിഫ്റ്റായിട്ട്. ക്ലിപ്പ് എനിക്കിതുപോലത്തെ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ പുതിയ തീരുമാനങ്ങളൊക്കെ ചില ആൾക്കാർക്ക് പുതിയ വർഷം പോലെ ഫീൽ ചെയ്യും അല്ലേ. ചിലർക്കതൊരു നോർമൽ ഡേ തന്നെ ആയിരിക്കും. അങ്ങനെ കടന്നു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു വർഷം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. പുതുതായിട്ട് എന്തോന്നോ ഒരു സംഭവം അതെനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ. പിന്നെ ബി യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മളായിട്ടിരിക്കുക, കൈൻഡായിട്ടിരിക്കുക, എല്ലായിടത്തും സ്നേഹമുള്ളവരായിരിക്കും. കുറച്ച് സ്പീഡായിട്ട് ദിവസങ്ങളും എല്ലാം പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറുണ്ട്. ഓണം വന്നു തുടങ്ങി, നമ്മൾ ആ മാസം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒത്തിരി ദിവസം
ഉണ്ടല്ലോ, 10 ദിവസമെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് തിരുവോണം വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം അങ്ങനെയൊക്കെ. ക്രിസ്മസ് ആണെങ്കിൽ നമ്മളൊരിക്കും അയ്യോ ഡിസംബർ ആയിട്ടല്ലേ ഉള്ളൂ, ഇനി ദിവസങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പെട്ടെന്ന് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നി. നിങ്ങൾക്കും അങ്ങനെ തോന്നണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇന്ന് വേറെ എന്തോന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളങ്ങനെ പുറത്ത് പോവുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പുറത്തൊക്കെ ഒന്നാമത്തെ കാര്യം ഭയങ്കര തിരക്കായിരിക്കും, എവിടെ പോയാലും ഭയങ്കര തിരക്കായിരിക്കും. രണ്ടാമത്തെ കാര്യം ഹസ്ബൻഡിന് ലീവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഫുൾ ഡേ പോകണമായിരുന്നു. അതുകൊണ്ട് ഒരിടത്തും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫിലിമിന് പോകാമെന്ന് വിചാരിച്ചു. ഇത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ, 2 ദിവസമൊക്കെ ആയി എന്നിട്ടാണ് പോണത്. നമ്മൾ ചുമ്മാ ഒന്ന് ബുക്ക് ചെയ്താണ്, കാരണം ഒന്നിനും പോയില്ല. അപ്പം കുഞ്ഞുങ്ങൾക്കും ഒരു ബോറടി. അപ്പോൾ എന്തായാലും സിനിമ കൊള്ളാമോ ഇല്ലയോ എന്നൊന്നും റിവ്യൂ ഒന്നും കേൾക്കാതെയാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോണത്. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല കേട്ടോ. കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ തിയേറ്ററിൽ പോകുമ്പം ആ ഒരു മൊമെൻറ്റ്, ആ ഒരു വൈബ് അതൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നുള്ളതാണ്. തിയേറ്ററിൽ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ അതൊരു നല്ല രസമല്ലേ. എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സിനിമ കാണാനും എല്ലാം. എൻ്റെ അച്ഛനെ കൊണ്ടുപോകുമായിരുന്നേ ഇടയ്ക്കിടയ്ക്ക്. ഒരു മാസത്തിൽ ഒരു സിനിമയെങ്കിലും നല്ല സിനിമ നമ്മൾ കാണുമായിരുന്നു. ഞാൻ മോഹൻലാലിൻ്റെ ഭയങ്കര ഒരു ഫാനായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും നല്ല അടിപൊളിയായിരുന്നില്ലേ. മണിച്ചിത്രത്താഴ്, എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലോ എങ്ങാണ്ട് പഠിച്ചിരുന്ന സമയത്താണ് മണിച്ചിത്രത്താഴ് ഒക്കെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, അത്ര ഓർമ്മയില്ല. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മോഹൻലാലിൻ്റെ സിനിമകൾ. ആ സമയത്തൊക്കെ അടിപൊളി കുറേ സിനിമകളുണ്ടായിരുന്നല്ലോ, ലാലേട്ടൻ്റെ കുറേ സിനിമകൾ. പിന്നെ നമ്മുടെ മറ്റേ സിനിമയില്ലേ, അതിൽ മാനം തെളിഞ്ഞേ വന്നാൽ ആ പാട്ടിൻ്റെ ഡാൻസ് ഞാൻ 2ാം ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. പ്രേമ ടീച്ചറാണ് പഠിപ്പിച്ചിരുന്നത്. എനിക്ക് ആ ടീച്ചറിൻ്റെ പേര് വരെ ഓർമ്മയുണ്ട്. ഒരു സുന്ദര ടീച്ചറായിരുന്നു. ഡാൻസ് പഠിപ്പിച്ച കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഓർമ്മ കേട്ടോ. ബാക്കി ആരുടെ പേരും എനിക്ക് ഓർമ്മയില്ല. ഈ ടീച്ചറിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത്. അങ്ങനെ അമ്മ വന്ന് നിൽക്കും, കാരണം ഡാൻസിനുള്ള പിള്ളേർ സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു 1 അവർ പഠിപ്പിക്കുമായിരുന്നു, ആ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ്, ഞാൻ കോളേജിൽ ഡിഗ്രി വരെയും ഡാൻസൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. എല്ലാത്തിനും ചേരുമായിരുന്നു, പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും പാട്ടിനും എല്ലാം ചേരുമായിരുന്നു. ഡാൻസ് എല്ലാം, ഒപ്പന, തിരുവാതിര എല്ലാം. ഒരിടത്തിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് പാവം, അവർ തന്നെയാണ് എൻ്റെ മുടിയെല്ലാം അഴിച്ചിട്ട് വീണ്ടും അടുത്ത ഒപ്പനയ്ക്കാണെങ്കിൽ 2 സൈഡും പിന്നണ്ടേ, അങ്ങനെ പിന്നെ തിരുവാതിരയ്ക്കാണെങ്കിൽ അങ്ങനെ വെക്കണ്ടേ. അങ്ങനെയൊക്കെയുള്ള കുറേ മൊമെൻറ്റ്സ് എനിക്കിപ്പം ഓർമ്മ വന്നു കേട്ടോ. അപ്പം എനിക്കും അതൊരു സന്തോഷം. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ. അതൊരു മെമ്മറീസ് വീണ്ടും റീകളക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സുഖം. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലേദിവസത്തെ മീനുണ്ടായിരുന്നു, അത് ചൂടാക്കിയെടുത്തു. പിന്നെ കോവയ്ക്കയും പരിപ്പ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നേ പരിപ്പ് കറിയും കോവയ്ക്കയും. നിങ്ങൾക്ക് ചിലപ്പോൾ കോമ്പിനേഷൻ ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. എനിക്ക് കുറച്ച് കറികൾ മതിയായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറച്ച് കറികളുണ്ടെങ്കിലും എനിക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും, എനിക്കത് മതി. ചില ആൾക്കാർക്ക് ഒത്തിരി കറികൾ വേണ്ടേ. അങ്ങനെ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ നല്ല കളിയും ബഹളമൊക്കെ വെളിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോണത്, അതുകൊണ്ട് കുറച്ച് വെള്ളിയൊക്കെ ഇടയ്ക്ക് വീഴും കേട്ടോ, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ മീൻകറി എടുത്തു. മീൻകറി നല്ല ടേസ്റ്റാണ്. നമ്മൾ തലേദിവസത്തെ മീൻകറി ചൂടാക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ പുറത്തോട്ട് പോയി. അപ്പോൾ മോനുവിന് സൈക്കിള് ഇവിടെ ഇരിക്കുന്നത്, അവൻ്റെ സൈക്കിളെല്ലാം പൊട്ടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അവൻ തന്നെയാണ് എല്ലാം ഇളക്കി കളഞ്ഞത്. അപ്പം ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടപ്പോൾ അവൻ കയറി നോക്കണം എന്ന് ഇങ്ങനെ, അയ്യോ കാണണം, എനിക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. നമ്മൾ എടുത്തില്ല, കാരണം നമുക്ക് സിനിമയ്ക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ സൈക്കിള് ചവിട്ടി നോക്കുകയാണ് കേട്ടോ. അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി തപ്പി നോക്കി, സമയം എടുത്ത് നോക്കണ്ടേ, ജസ്റ്റ് അവൻ്റെ ആഗ്രഹത്തിനൊന്ന് കയറി കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച്
നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് കേട്ടോ. സീരിയസ്ലി ഗൈസ്, ഞാൻ പ്രതീക്ഷിക്കാതെ പോയിട്ട് എനിക്കൊരു നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്ന സിനിമയാണ്. ഒട്ടും ബോറടിയേ ഇല്ല, ഒരു ലാഗോ ഒന്നുമില്ല കേട്ടോ. നല്ല നല്ല ഈ പറഞ്ഞ പോലെ പാട്ടുകളും എല്ലാം ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചത് നമ്മൾ 9:30 രാത്രി 9:30ക്കാണ് സിനിമ ബുക്ക് ചെയ്തത്. കാരണം നന്ദു ഇരിക്കും, അവൻ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ അവൻ ഇരിക്കും. പക്ഷെ മോനൂട്ടന് അവനെ ഇരിക്കത്തില്ല കേട്ടോ. അവൻ ബഹളവും ഭയങ്കര ഇതാണ് കേട്ടോ, പോകണം എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് 9:30ക്ക് ബുക്ക് ചെയ്തത്. ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ ഉറങ്ങുമായിരിക്കും. ആ സിനിമ കൊള്ളാമോ ഒന്നൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷേ അടിപൊളി സിനിമ ഗൈസ്, നിങ്ങൾ പോകാത്തവരാണെങ്കിൽ പോകട്ടോ. ഞാൻ കഥയൊന്നും പറയണില്ല, ഒരു ക്ലൂവും പറയണില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും പോയി കാണും, നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു, ലവ് യു ഓൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ഹാപ്പി ആയിട്ടിരിക്കൂ. ലവ് യു ഓൾ, ബൈ.